നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ. പ്രധാന വാർത്തകൾ. നഗരത്തിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 12ഓളം പേർക്ക് കടിയേറ്റു. സൺഡേ സ്കൂളിലേക്ക് പോയ കുട്ടികൾ ഉൾപ്പെടെയാണ് തെരുവുനായ കടിച്ചത്. ആലപ്പുഴ തത്തമ്പള്ളിയിലായിരുന്നു സംഭവം. അമ്പലപ്പുഴ ആമയുടെ ഗവൺമെൻറ് LP സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കുടയും ബാഗും നൽകി സ്വകാര്യ കമ്പനി. ആലപ്പുഴ കളർകോട് ജംഗ്ഷന് സമീപം തിങ്കളാഴ്ച രാവിലെയുണ്ടായ ആക്സിഡന്റിൽ ലോട്ടറി കച്ചവടക്കാരനായ ആളുടെ കാലൊടിഞ്ഞു. സാരമായ പരിക്കുകളോടെ മധ്യവയസ്കനായ ലോട്ടറി കച്ചവടക്കാരനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടികളിൽ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നടപ്പാക്കുന്ന എൻ്റെ കുട്ടിത്തോട്ടം മട്ടുപ്പാവ് കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ അംബാസിഡേഴ്സ് കൂടിയായ ഫരീദ ഫിറോസും ഫാദിയ ഫിറോസും ചേർന്ന് വീടിൻ്റെ മട്ടുപ്പാവിൽ നടത്തിയ ജൈവ കൃഷിയുടെ വിളവെടുപ്പാണ് നടത്തിയത്. പുറക്കാട് പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കായി സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. കേൾവി പരിമിതിയുള്ളവർക്ക് ഹിയറിംഗ് എയ്ഡ്, അംഗപരിമിതർക്ക് വീൽ ചെയർ എന്നിവയാണ് വിതരണം ചെയ്തത്. എച്ച് സലാം MLA വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. തീരസംരക്ഷണത്തിന് പുത്തൻ ചുവടുവയ്പുമായി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് രംഗത്ത്. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ടൽ ബ്രിഗേഡ് എന്ന പേരിലാണ് തീരസംരക്ഷണം ആരംഭിച്ചിരിക്കുന്നത്. എച്ച് സലാം MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. നഗരത്തിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 12ഓളം പേർക്ക് കടിയേറ്റു. സൺഡേ സ്കൂളിലേക്ക് പോയ കുട്ടികളെ ഉൾപ്പെടെയാണ് തെരുവുനായ കടിച്ചത്. ആലപ്പുഴ തത്തമ്പള്ളിയിലായിരുന്നു സംഭവം. നഗരത്തിലെ തത്തമ്പള്ളി പ്രദേശത്ത് തെരുവുനായയുടെ ആക്രമണത്തിൽ 12ഓളം പേർക്ക് കടിയേറ്റു. സൺഡേ സ്കൂളിലേക്ക് പോയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെയാണ് തെരുവുനായ ആക്രമിച്ചത്. ഞായറാഴ്ച രാവിലെ 7:30 പുന്നമട സ്റ്റാർട്ടിംഗ് പോയിന്റ് റോഡിലൂടെ കാൽനടയായി വന്ന സ്വകാര്യ റിസോർട്ടിലെ 2 ജീവനക്കാരെയാണ് നായ ആദ്യം ആക്രമിച്ചത്. തുടർന്നാണ് കുട്ടികളെ അടക്കം തെരുവുനായ ആക്രമിച്ചത്. നായയുടെ ആക്രമണം രൂക്ഷമായതോടെ പരിസരവാസി കൂടിയായ ബിബിൻ ആന്റണി എന്നയാൾ വലയുപയോഗിച്ച് നായയെ കീഴ്പ്പെടുത്തുകയായിരുന്നു. തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തിയാണ് നായയെ മയക്കിയത്. പിന്നീട് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തേക്ക് അക്രമകാരിയായ നായയെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണിപ്പോൾ. നായയുടെ കടിയേറ്റവർ ആദ്യം ആലപ്പുഴ ജനറൽ ആശുപത്രിയിലും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമായി ചികിത്സ തേടി. എല്ലാവർക്കും കാലിനാണ് കടിയേറ്റത്. കഴിഞ്ഞ ദിവസം ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ വെച്ചും മറ്റൊരു യുവാവിന് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. നഗരത്തിലാകെ തെരുവുനായ ശല്യം രൂക്ഷമായിട്ടും ബന്ധപ്പെട്ട അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ ജനങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. അമ്പലപ്പുഴ ആമയുടെ ഗവൺമെൻറ് LP സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കുടയും ബാഗും നൽകി സ്വകാര്യ കമ്പനി. അമ്പലപ്പുഴ ആമയുടെ ഗവൺമെൻറ് LP സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കുടയും ബാഗും നൽകി സ്വകാര്യ കമ്പനി. സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് അമ്പലപ്പുഴ MLA എച്ച് സലാം ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ മേഖലയിൽ ആ തരത്തിലല്ലേ എല്ലാം കൂടെ കൂടുതൽ ചെയ്യുന്നത്. അതിലെല്ലാം നമ്മുടെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള ശ്രീജിത്ത് അതിലൊരു പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നു എന്നതും ഒരു കാരണമാണ്. ഏതാവശ്യം ആ നിലയിൽ പറഞ്ഞാലും അത് നമ്മുടെ ഒരു നാടിന് വേണ്ടി അത് കൃത്യമായി നിർവഹിക്കാൻ ഒരു താല്പര്യം പ്രത്യേകമായി ശ്രീജിത്ത് കാണിക്കാറുണ്ട്. അതിനെ കൂടി ഭാഗമായിട്ടാണ് നമ്മുടെ ഈ സ്കൂൾ, ആമയുടെ സ്കൂളിൽ നമ്മുടെ എല്ലാ കുട്ടികൾക്കും ബാഗും കുടയും വിതരണം ചെയ്യാൻ വേണ്ടിയുള്ളൊരു പദ്ധതി അവർ അംഗീകരിച്ച് നമുക്കിപ്പോൾ നടപ്പാക്കാൻ കഴിയുന്നത്. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ ചടങ്ങിൽ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം P. അഞ്ജു, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീലേഖ, അംഗങ്ങളായ അജീഷ്, N. സുനിത, CU ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് VM ലിസി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ആലപ്പുഴ കളർകോട് ജംഗ്ഷന് സമീപം തിങ്കളാഴ്ച രാവിലെ ഉണ്ടായ ആക്സിഡന്റിൽ ലോട്ടറി കച്ചവടക്കാരനായ ആളുടെ കാലൊടിഞ്ഞു. സാരമായ പരിക്കുകളോടെ മധ്യവയസ്കനായ ലോട്ടറി കച്ചവടക്കാരനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആലപ്പുഴ കളർകോട് ജംഗ്ഷന് സമീപം തിങ്കളാഴ്ച രാവിലെ ഉണ്ടായ ആക്സിഡന്റിൽ ലോട്ടറി കച്ചവടക്കാരനായ ആളുടെ കാലൊടിഞ്ഞു. സാരമായ പരിക്കുകളോടെ മധ്യവയസ്കനായ ലോട്ടറി കച്ചവടക്കാരനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കായംകുളം ഭാഗത്തു നിന്നും ആലപ്പുഴ നഗരഭാഗത്തേക്ക് വന്ന കാറാണ് ദേശീയപാതയോരത്ത് കച്ചവടം നടത്തിവരുന്ന ലോട്ടറി കടയിലേക്ക് നിയന്ത്രണം തെറ്റി ഇടിച്ചു കയറിയത്. കാർ ഓടിച്ച യുവാവും കൂടെയുണ്ടായിരുന്ന യുവാവിൻ്റെ അമ്മയും പരുക്കുകളേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു.
കാർ ഇടിക്കുന്ന ശബ്ദം കേട്ട് ഓടിയെത്തിയ പ്രദേശവാസികളാണ് ഗുരുതര പരിക്കേറ്റ ലോട്ടറി കച്ചവടക്കാരനെ വാഹനത്തിൽ കയറ്റി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. വിവരമറിഞ്ഞെത്തിയ പോലീസ് മേൽനടപടി സ്വീകരിച്ചു. കുട്ടികളിൽ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നടപ്പാക്കുന്ന എൻ്റെ കുട്ടിത്തോട്ടം മട്ടുപ്പാവ് കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ അംബാസിഡേഴ്സ് കൂടിയായ ഫരീദ ഫിറോസും ഫാദിയ ഫിറോസും ചേർന്ന് വീടിൻ്റെ മട്ടുപ്പാവിൽ നടത്തിയ ജൈവകൃഷിയുടെ വിളവെടുപ്പാണ് നടത്തിയത്. കുട്ടികളിൽ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നടപ്പാക്കുന്ന എൻ്റെ കുട്ടിത്തോട്ടം മട്ടുപ്പാവ് കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ അംബാസിഡേഴ്സായ ഫരീദ ഫിറോസും ഫാദിയ ഫിറോസിൻ്റെയും നേതൃത്വത്തിൽ വീടിൻ്റെ മട്ടുപ്പാവിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പാണ് ആദ്യഘട്ടത്തിൽ നടത്തിയത്. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ പ്രമോദ് മുരളി, നഗരസഭാ അധ്യക്ഷ കെ ജയമ്മ എന്നിവർ ചേർന്ന് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ചെറുപ്രായത്തിലെയുള്ള ഫരീദയുടെയും ഫാദിയയുടെയും കൃഷിയോടുള്ള താല്പര്യവും കൃഷിരീതിയും തീർത്തും സമാന പ്രായക്കാരായ കുട്ടികൾക്ക് മാതൃക തീർക്കുന്ന ഒന്നാണെന്നും ജൈവകൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കി എൻ്റെ കുട്ടിത്തോട്ടം പദ്ധതി ഓരോ സ്കൂളുകളും ഏറ്റെടുക്കണമെന്നും പ്രമോദ് മുരളി പറഞ്ഞു. നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷരായ MG സതീദേവി, AS കവിത, നസീർ പുന്നക്കൽ, കൗൺസിലർ B നസീർ തുടങ്ങിയവർ സംബന്ധിച്ചു. എൻ്റെ കുട്ടിത്തോട്ടം പ്രൊജക്ട് ഡയറക്ടറും ജൈവകൃഷി പ്രചാരകനുമായ ഫിറോസ് അഹമ്മദ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പദ്ധതിയുടെ ഭാഗമായി ഇഞ്ചി, പച്ചമുളക്, തക്കാളി, വെണ്ട, വഴുതന, മത്തങ്ങ, വെള്ളരി, ഉള്ളി, കിഴങ്ങ് എന്നിവ കൂടാതെ ബന്ദി, വാടാമുല്ല അടക്കമാണ് കുട്ടികൾ മട്ടുപ്പാവിൽ കൃഷി ചെയ്തത്. പുറക്കാട് പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കായി സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. കേൾവി പരിമിതിയുള്ളവർക്ക് ഹിയറിംഗ് എയ്ഡ്സ്, അംഗപരിമിതർക്ക് വീൽചെയർ എന്നിവയാണ് വിതരണം ചെയ്തത്. H സലാം MLA വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പുറക്കാട് പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. കേൾവി പരിമിതർക്കായുള്ള ഹിയറിംഗ് എയ്ഡ്, അംഗപരിമിതർക്ക് വീൽചെയർ എന്നിവയാണ് വിതരണം ചെയ്തത്. 14 പേർക്ക് 2.24 ലക്ഷം രൂപ ചെലവിലാണ് ഹിയറിംഗ് എയ്ഡ് നൽകിയത്. 26,640 രൂപ ചെലവിൽ 3 പേർക്ക് വീൽചെയറുകളും നൽകി. H സലാം MLA സഹായ ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇപ്പോൾ വിതരണം ചെയ്യപ്പെടുന്ന ഓരോന്ന് നോക്കിയാൽ ഇത് കാണാം. ഭിന്നശേഷി വിഭാഗത്തിന് അവരുടെ ജീവിതത്തിൽ സഹായകരമാകുന്നതാണ് ഇവിടെ ഇപ്പോൾ നൽകുന്ന ഹിയറിംഗ് എയ്ഡ്, പിന്നീട് കൊടുക്കുന്ന വീൽ ചെയർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ. അതെല്ലാം ഒരു തങ്ങളുടേതായ ഒരു കുറ്റം കൊണ്ടല്ലാതെ ജീവിതത്തിൽ പരിമിതി ഉണ്ടായ ജനവിഭാഗത്തെ സഹായിക്കാൻ വേണ്ടിയുള്ള പദ്ധതികളാണ്. അത് ഒരു സാധാരണ ഒരു ഔപചാരികമായ ഒരു ഗവൺമെന്റ് സംവിധാനത്തിന്റെ അല്ലെങ്കിൽ തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെതായ ഒരു ഔദ്യോഗികമായ ചുമതലയ്ക്ക് അപ്പുറമായൊരു നന്മ അത്തരം പദ്ധതി ആവിഷ്കാരത്തിൽ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. പഞ്ചായത്ത് അങ്കണത്തിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് AS സുദർശനൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് VS മായാദേവി, സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് VS ജിനുരാജ്, K രാജീവൻ, പ്രിയ അജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം R ഉണ്ണി, പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീദേവി, R സുനി, ലീന രജനീഷ്, സുഭാഷ് കുമാർ, പ്രസന്ന കുഞ്ഞുമോൻ, പഞ്ചായത്ത് സെക്രട്ടറി B സിന്ധു, അസിസ്റ്റന്റ് സെക്രട്ടറി H മസൂദ്, ICDS സൂപ്പർവൈസർ S സന്ധ്യ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തീരസംരക്ഷണത്തിന് പുത്തൻ ചുവടുവെപ്പുമായി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് രംഗത്ത്. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ടൽ ബ്രിഗേഡ് എന്ന പേരിലാണ് തീരസംരക്ഷണം ആരംഭിച്ചിരിക്കുന്നത്. H സലാം MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തീരസംരക്ഷണത്തിന് പുത്തൻ ചുവടുവെപ്പുമായി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് രംഗത്തെത്തി. 2024-25 വാർഷിക പദ്ധതിയിൽപ്പെടുത്തി കണ്ടൽ ബ്രിഗേഡ് എന്ന പേരിലാണ് തീരസംരക്ഷണം ആരംഭിച്ചിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പുറക്കാട്, അമ്പലപ്പുഴ തെക്ക്, അമ്പലപ്പുഴ വടക്ക്, പുന്നപ്ര തെക്ക്, പുന്നപ്ര വടക്ക് പഞ്ചായത്തുകളിലെ തീരശോഷണം, ആഗോളതാപനം മൂലമുണ്ടാകുന്ന പ്രകൃതിക്ഷോഭം, കടലാക്രമണം, തീരദേശങ്ങളിൽ ഉപ്പുവെള്ളം വ്യാപിക്കുന്നവ എന്നിവ തടയുന്നതിനും അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് കൂട്ടുന്നതിനുമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. തോട്ടപ്പള്ളി മുതൽ പറവൂർ വരെയുള്ള 19 കിലോമീറ്റർ കടൽ തീരത്താണ് അനുയോജ്യമായ കണ്ടൽ ഇനങ്ങൾ തിരഞ്ഞെടുത്ത് നട്ടുവളർത്തുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് സാധന ഘടകവും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വേതന ഘടകവും ഹരിത കേരള മിഷന്റെയും കൃഷി വകുപ്പിന്റെയും സാങ്കേതിക സഹായവും കൂട്ടിയിണക്കിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 2500 തൊഴിൽ ദിനങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ലഭ്യമാക്കും. തൊഴിലാളികൾക്ക് പ്രത്യേക തിരിച്ചറിയൽ കാർഡും നൽകും.
തോട്ടപ്പള്ളിയിൽ ആരംഭിക്കുന്ന പദ്ധതി 3 മാസത്തിന് ശേഷം മറ്റു പഞ്ചായത്തുകളിലും വ്യാപിപ്പിക്കും. 500 മീറ്റർ നീളത്തിലാണ് തുടക്കത്തിൽ കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുക. 1 കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയത്. എച്ച് സലാം MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആകെയുള്ളതിന്റെ 10% പോലും ആലപ്പുഴ ജില്ലയിലില്ല എന്നതാണ് ഇപ്പോഴത്തെ കണക്ക്. അത് മുൻപുള്ള ചില കണക്ക് പരിശോധിച്ചാൽ മുൻപുള്ളതിനേക്കാൾ അളവ് കാര്യമായിട്ട് കണ്ടലിന്റെ അളവ് കുറഞ്ഞു ആലപ്പുഴ ജില്ലയിൽ നിന്ന് കാണാം. ചില രേഖകൾ വായിച്ചു നോക്കിയാൽ അത് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു സമൂഹം എന്ന നിലയിൽ നമ്മളൊരു വലിയ പ്രാധാന്യം നമ്മൾ ഈ കാര്യത്തിൽ കൽപ്പിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ആ കുറവ് സ്വാഭാവികമായി സംഭവിക്കുന്നത്. സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കുറവ് പരിഹരിക്കണമെങ്കിൽ ബോധപൂർവമായ ഒരു പരിശ്രമം നടത്തിയാൽ മാത്രമേ അത് പരിഹരിക്കാൻ പറ്റൂ. നമ്മൾ നമ്മുടെ ആലപ്പുഴ ജില്ല തീരദൈർഘ്യമുള്ളത് പറഞ്ഞ പോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ നിയോജകമണ്ഡല അടിസ്ഥാനം നോക്കിയാൽ ഏറ്റവും കൂടുതൽ തീരമുള്ള 2 മണ്ഡലങ്ങൾ അമ്പലപ്പുഴയും അരൂരുമാണ്. തീരദേശത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ് അധ്യക്ഷയായി. നവകേരള കർമ്മ പദ്ധതി സംസ്ഥാന കോർഡിനേറ്റർ SU സജീവ്, NREGS ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ S ശ്രീകുമാർ, അന്തർദേശീയ കായൽ കൃഷി ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ KG പത്മകുമാർ, നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ KS രാജേഷ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശോഭ ബാലൻ, S ഹാരിസ്, PG സൈറസ്, സജിത സതീശൻ, ജില്ലാ പഞ്ചായത്ത് അംഗം P അഞ്ജു, വൈസ് പ്രസിഡന്റുമാരായ BS മായാദേവി, AP സരിത, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ M ഷീജ, R ജയരാജ്, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ BDO CH ഹമീദുകുട്ടി ആശാൻ, പഞ്ചായത്ത് സെക്രട്ടറി B ഇന്ദു, കൃഷി ഓഫീസർ ധനലക്ഷ്മി, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ S ഷൈസ് തുടങ്ങിയവർ സംസാരിച്ചു. പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നഗരത്തിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 12ഓളം പേർക്ക് കടിയേറ്റു. സൺഡേ സ്കൂളിലേക്ക് പോയ കുട്ടികൾ ഉൾപ്പെടെയാണ് തെരുവുനായ കടിച്ചത്. ആലപ്പുഴ തത്തമ്പള്ളിയിലായിരുന്നു സംഭവം. അമ്പലപ്പുഴ ആമയുടെ ഗവൺമെന്റ് LP സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കുടയും ബാഗും നൽകി സ്വകാര്യ കമ്പനി. ആലപ്പുഴ കളർകോട് ജംഗ്ഷന് സമീപം തിങ്കളാഴ്ച രാവിലെയുണ്ടായ ആക്സിഡന്റിൽ ലോട്ടറി കച്ചവടക്കാരനായ ആളുടെ കാലൊടിഞ്ഞു. സാരമായ പരിക്കുകളോടെ മധ്യവയസ്കനായ ലോട്ടറി കച്ചവടക്കാരനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടികളിൽ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നടപ്പാക്കുന്ന എൻ്റെ കുട്ടിത്തോട്ടം മട്ടുപ്പാവ് കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ അംബാസിഡേഴ്സ് കൂടിയായ ഫരീദ ഫിറോസും ഫാദിയ ഫിറോസും ചേർന്ന് വീടിൻ്റെ മട്ടുപ്പാവിൽ നടത്തിയ ജൈവ കൃഷിയുടെ വിളവെടുപ്പാണ് നടത്തിയത്. പുറക്കാട് പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കായി സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. കേൾവി പരിമിതിയുള്ളവർക്ക് ഹിയറിംഗ് എയ്ഡ്, അംഗപരിമിതർക്ക് വീൽ ചെയർ എന്നിവയാണ് വിതരണം ചെയ്തത്. എച്ച് സലാം MLA വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. തീരസംരക്ഷണത്തിന് പുത്തൻ ചുവടുവയ്പുമായി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് രംഗത്ത്. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ടൽ ബ്രിഗേഡ് എന്ന പേരിലാണ് തീരസംരക്ഷണം ആരംഭിച്ചിരിക്കുന്നത്. എച്ച് സലാം MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ ന്യൂസ് ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.